അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന് തൃശൂർ ലോക്സഭാ മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് കളക്ടർ നോട്ടീസ് നൽകിയിരുന്നു. പിന്നാലെ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. എന്നാൽ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കുന്നത് പോലെ അദ്ദേഹത്തെ വിമർശിക്കരുതെന്നും സ്വന്തം പോക്കറ്റിൽ നിന്നും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്നും പറയുകയാണ് നടി ലക്ഷ്മി. ഫേസ്ബുക്കിലൂടെയാണ് നടി ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം. ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: 2-3 ദിവസമായി ആകെ മനപ്രയാസമാണ്. ആ കുഞ്ഞുമോൻ എപ്പോഴും കൺമുന്നിൽ. പിന്നെ സ്നേഹിച്ച് കൂടെ നിർത്തുന്നവർ തരുന്ന മുറിവുകൾ, അത് വർഷങ്ങളായി എൻ്റെ ഒരു ശാപമാണ്. ആരെ സ്നേഹിച്ച് ആത്മാർത്ഥതയോടെ നിന്നാലും 3ന്റെ അന്ന് പണി ഉറപ്പാണ്. അതിനാൽ ഇത്തവണ ഷോക്കായില്ല. ഈ പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അങ്ങനെയെങ്കിൽ പോസിറ്റീവായ ചിലത് നിങ്ങളോട് പറയാം എന്നങ്ങ് കരുതി. അപ്പോൾ തുടങ്ങാം. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വർഷങ്ങളോളം ഞങ്ങൾ സുരേഷ് ചേട്ടന്റെ അയൽക്കാരായിരുന്നു. അന്ന് ചേട്ടൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. എൻ്റെ അമ്മയുടെ ഹസ്ബൻഡിന്റെ അമ്മ കൂട്ടുകാരിയാണ് ഗ്ലാഡിസ് ആന്റി. ആന്റിയുടെ ഭർത്താവ് മരിച്ചുപോയിരുന്നു. മക്കളില്ല. ഒത്തിരി അസുഖങ്ങളുമുണ്ട്. ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിലാണ് താമസം. 2 ദിവസം കൂടുമ്പോൾ ആന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ആന്റി വന്നില്ലെങ്കിൽ 3ാമത്തെ ദിവസം അമ്മ അങ്ങോട്ട് പോകും. ലാസ്റ്റ് ആന്റി വന്നപ്പോൾ കാലിൽ നല്ല നീരുണ്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ട്. അമ്മ ആശുപത്രിയിൽ പോവാമെന്ന് പറഞ്ഞു നോക്കി. ആന്റി സമ്മതിക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞു ആന്റി വന്നിട്ട്. അമ്മ അങ്ങോട്ട് അന്വേഷിച്ചു പോയി. വീട് അടച്ചിട്ടിരിക്കുന്നു. അയൽപ്പക്കത്ത് ചോദിച്ചു. ഒരു വിവരവുമില്ല. അമ്മയ്ക്ക് ടെൻഷനായി. അമ്മയോട് പറയാതെ എങ്ങും പോകാറില്ല. വൈകിട്ട് എൻ്റെ ഭർത്താവിനെ കൂട്ടി വീണ്ടും അവിടെ പോയി. ആളില്ല. വീട് പൂട്ടി തന്നെ. പിറ്റേ ദിവസങ്ങളിൽ എല്ലാം എൻ്റെ ഹസ്ബൻഡോ അമ്മയോ ആ വീട്ടിൽ അന്വേഷിച്ചു പോയി. ആ കുഞ്ഞു വീട് അടഞ്ഞു കിടന്നു. ആർക്കും ഒരു വിവരവും അറിയില്ല. 3 ആഴ്ച കഴിഞ്ഞു. ആന്റി എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് ടെൻഷനിലിരിക്കുമ്പോൾ ഒരു ഓട്ടോയിൽ ആന്റി വന്നിറങ്ങി. ഞങ്ങളെന്നും വീട്ടിൽ ചെല്ലുമായിരുന്നുവെന്ന് അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഈ 3 ആഴ്ചയും ആന്റി ഹോസ്പിറ്റലിലായിരുന്നു. ഞങ്ങൾ വിഷമിച്ചു പോയി. ആരെങ്കിലും വിട്ടോ ഫോണിലൊന്ന് അറിയിക്കാമായിരുന്നില്ലേ? ഇത്ര ദിവസം ആര് നോക്കി? സുരേഷ് നോക്കിയെന്നും സുരേഷ് വന്ന് എന്നെ കാണും. ജോലിക്കാരി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണവുമായി ചെല്ലും. ആന്റിയുടെ കഴുകുവാനുള്ള തുണി സുരേഷ് ഏട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവരും. രാത്രിയിൽ ആന്റിക്കൊപ്പം അവർ ആശുപത്രിയിൽ ഉറങ്ങും. ബില്ലടച്ചതും മരുന്നുകൾ വാങ്ങുന്നതുമെല്ലാം സുരേഷ് ഏട്ടൻ. ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു. ഞങ്ങളും ആന്റിയും തമ്മിലുള്ള ബന്ധം ചേട്ടൻ അറിയാം. എന്നിട്ടും ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ല. കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും കിഡ്നി രോഗികളായ 2 പെൺകുട്ടികളുടെ വീട്ടുകാർ മാസം തോറും ചേട്ടന്റെ വീട്ടിൽ വരുമായിരുന്നു സഹായത്തിന്. ഒരു തവണ ഇവർ വന്നപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് അത്യാവശ്യമായി സഹായം വേണം. 1 മാസത്തെ ചിലവിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നത് ചേട്ടനാണ്. ഒപ്പം ചികിത്സാ റിപ്പോർട്ട് വായിച്ചു നോക്കുകയും ഡോക്ടറോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ചേട്ടനും കുടുംബവും അവിടെ ഇല്ലാത്തതിനാൽ ഇവർ ഞാനും സിനിമാ താരമാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. ചേട്ടൻ കൊടുക്കുന്ന അത്രയും പണം ഒറ്റയടിക്ക് എൻ്റെ കയ്യിലില്ലാത്തതിനാൽ ഞാൻ 2-3 അയൽപ്പക്കങ്ങളിൽ നിന്ന് കൂടി വാങ്ങി അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞാണ് നാളുകളായി അവരെ ചേട്ടൻ സഹായിക്കുന്ന വിവരം ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ അമ്പരന്നു പോയി. കണ്ണു നിറഞ്ഞു. കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്തപ്പോഴും ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നീട് പലവട്ടം കണ്ടിട്ടുണ്ട്. സഹായം അഭ്യർത്ഥിച്ച് ആ വീട്ടിൽ പലരും പോകുന്നതും സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അവർ മടങ്ങി പോകുന്നതും. അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങൾ, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ, രോഗബാധിതർ, അങ്ങനെ പലരും. പിന്നീട് കോടീശ്വരൻ എന്ന പ്രോഗ്രാം ചെയ്തു. 3 കോടി രൂപ അദ്ദേഹത്തിന്റെ മക്കൾ അനുഭവിക്കേണ്ടത് പലർക്കും സഹായമായി നൽകി. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തരി പൊന്നണിയാത്തവരുടെ ഒരു കുഞ്ഞു സ്വർണ്ണമാല എന്ന ആഗ്രഹം പോലും സാധിച്ചു കൊടുത്തു. ഒരു മതിലിനപ്പുറം ഇരുന്ന് പല സന്തോഷ കണ്ണുനീരിനും ഞാനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ക്യാൻസർ ബാധിതയായ ഏതു നിമിഷവും മരിച്ചു പോകാമെന്ന നിലയിലുണ്ടായിരുന്ന ഒരു മോൾക്ക് അവളുടെ ഒറ്റമുറിയിൽ നിന്നും മെച്ചപ്പെട്ട വീട്ടിലേക്ക് മാറാൻ ഞാനും ചേട്ടനും ചേട്ടന്റെ ഒരു കസിനും ഒരുപാട് പ്രയത്നിച്ചു. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ അവളെ മാറ്റാനായില്ല. സ്വച്ഛമായ ഒരു മരണം അവൾക്ക് ഏകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇനിയും ഏറെ ഉണ്ട് പറയുവാൻ. സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെ പറ്റി, നല്ല മനുഷ്യനെ പറ്റി ഞാൻ എപ്പോഴും ചേട്ടൻ രാഷ്ട്രീയത്തിൽ വരാൻ പറയുമായിരുന്നു. ശാസ്തമംഗലത്തിന്റെ മുത്തേ എന്ന് തമാശയായി വിളിക്കും. അദ്ദേഹത്തെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കുന്ന പോലെ ദയവ് ചെയ്ത് വിമർശിക്കരുത്. സ്വന്തം പോക്കറ്റിൽ നിന്നും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. രാഷ്ട്രീയ പ്രവേശനമൊക്കെ അദ്ദേഹത്തിന് നന്മ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം മാത്രമാണ്. അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കുക. അതിന് അദ്ദേഹത്തെ സഹായിക്കണം. ആലോചിച്ചു നോക്കൂ. അവസാനമായി നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയെ നിങ്ങൾ കണ്ടത് എപ്പോഴാണ്? നിങ്ങളുടെ ഒരു ആവശ്യം അദ്ദേഹത്തോട് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാണാൻ കിട്ടുന്നില്ല. പിന്നെയാണല്ലേ സുരേഷ് ഏട്ടന്റെ അടുത്ത് നിങ്ങൾക്ക് ഓടിച്ചെല്ലാം. പരിഹാരമുണ്ടാകും, ഉറപ്പ് എന്നാണ് ലക്ഷ്മിപ്രിയ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.